നമസ്കാരം, ഞാൻ ഡോക്ടർ സ്മിജ. ആയുർവേദത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും കെട്ടിനും ചതവിനുമൊക്കെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നതുമായ മുറിവെണ്ണയെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇതിൻ്റെ പേരിൽ തന്നെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും, മുറിവിന് വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന്. എങ്കിൽ അങ്ങനെയല്ല, മുറിവിനും ഇത് ഉപയോഗിക്കാം. അത് കൂടാതെ വേറെയും പല ഗുണങ്ങളും ഈ എണ്ണ കൊണ്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇവിടെ എടുക്കുമ്പോൾ ഇത് കാണുന്ന പല മുതിർന്നവർക്കും ഈ എണ്ണയുടെ ഗുണങ്ങളും ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നും ഉള്ള ധാരണ ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് എന്തിനാണെന്നോ അല്ലെങ്കിൽ എന്തിനുപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചൊന്നും അറിയലുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മുറിവെണ്ണ അല്പം വീട്ടിൽ കരുതുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് കയ്യോ കാലോ എവിടെയെങ്കിലും ഒന്ന് ഇടിച്ച് പോവുകയോ എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്ത് ഉളുക്ക് സംഭവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ മുറിവെണ്ണ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയതേ ഉള്ളൂ. പക്ഷെ ശ്രദ്ധിക്കണം, അതായത് വീണിട്ടൊക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫ്രാക്ചറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കണം. അങ്ങനെ ഫ്രാക്ചർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഡോക്ടറെ പോയി കാണാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്രാക്ചർ കേസ് ഇഷ്ടംപോലെ വരാറുണ്ട്. അങ്ങനെ ഇപ്പം ഫ്രാക്ചർ കേസ് വരികയാണെങ്കിലും നമ്മൾ ആദ്യം ഈ മുറിവെണ്ണയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ കെട്ടുമരുന്ന് വെച്ചിട്ട് ബാൻഡേജ് ചെയ്യുന്നത്. അത് പിന്നെ ഫ്രാക്ചറോ ചതവോ എന്താ ഉള്ളത് അതിനനുസരിച്ച് ബാൻഡേജിൻ്റെ എണ്ണം മാറ്റുകയാണ് ചെയ്യുന്നത്. അത് ഓർത്തിട്ട് ഇപ്പോൾ ഫ്രാക്ചറിനൊക്കെ വീട്ടിൽ തന്നെ വെച്ച് മുറിവെണ്ണ മാത്രം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കരുത്. ചെറിയ രീതിയിലുള്ള എവിടെയെങ്കിലും കുത്തിപ്പോലോ അല്ലെങ്കിൽ ഉളുക്കിനോ ഒക്കെ ഞാൻ പറഞ്ഞ പോലെ ഈ മുറിവെണ്ണ അപ്ലൈ ചെയ്താൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഈ മുറിവെണ്ണയിലുള്ള പ്രധാന ഇൻഗ്രീഡിയൻസ് ഉങ്ങുമരത്തിൻ്റെ വേര്, ശതാവരി, കറ്റാർവാഴ, ചുവന്നുള്ളി, മുരിങ്ങയില, ഇവയെല്ലാം ഈ എല്ലാ ഔഷധങ്ങളും വെളിച്ചെണ്ണയിലിട്ട് കാച്ചിയിട്ടാണ് മുറിവെണ്ണ ഉണ്ടാക്കാറ്. പക്ഷേ എങ്കിൽ മറ്റ് എണ്ണകൾ, മറ്റ് തൈലങ്ങളൊക്കെ നമ്മൾ എള്ളെണ്ണയിലിട്ടാണ് കാച്ചി ഉപയോഗിക്കുന്നത്. എങ്കിൽ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ കാച്ചിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെളിച്ചെണ്ണ ശരീരത്തിലേക്ക്, സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവുകയും അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ ഫ്രാക്ചർ കേസിനൊക്കെ മെയിനായിട്ട് ഈ മുറിവെണ്ണ ഉപയോഗിക്കുന്നത്. അതായത് ഈ മുറിവെണ്ണയിലുള്ള വെളിച്ചെണ്ണ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ മുറിവെണ്ണ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം. നമ്മളിപ്പോൾ ഈ വീട്ടിൽ നിന്ന് കിച്ചണിലൊക്കെ പണിയെടുക്കുന്ന സമയത്തും അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ പൊള്ളലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് ഉടനെ തന്നെ നമ്മൾ ഈ മുറിവെണ്ണ അപ്ലൈ ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിരിക്കും. ഈ പൊള്ളൽ കാരണം ഉണ്ടാകുന്ന ബേണിങ് സെൻസേഷൻ ഉടനെ കുറയാനും അതുപോലെ തന്നെ അതിൻ്റെ മാർക്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരെ ഈ മുറിവെണ്ണ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെയുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ തൊട്ട് വലിയ മുറിവിന് വരെ നമ്മളിപ്പം ബ്ലഡ് വരുന്ന മുറിവാണെങ്കിൽ കൂടിയിട്ട് അത് നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് ഈ മുറിവെണ്ണ അപ്ലൈ ചെയ്യാച്ചാൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ കുട്ടികളുള്ള വീട്ടിലും ഈ മുറിവെണ്ണ കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതായത് നമ്മളിപ്പോൾ നടന്ന് തുടങ്ങുന്ന കുട്ടികളൊക്കെ തലയിടിച്ച് വീഴുകയൊക്കെ ചെയ്യുമ്പോൾ തലയിൽ മുഴച്ച് വരില്ല. അതിനൊരു കോട്ടണിൽ നമ്മൾ ഇത്തിരി മുറിവെണ്ണ എടുത്തിട്ട് ആ മുഴച്ച സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഉടനെ തന്നെ പോകുന്നതായിരിക്കും. വേറൊരു പ്രധാന ഉപയോഗം എന്ന് വെച്ചാൽ ഈ നീരോട് കൂടിയ വേദനയും. നമ്മുടെ വീട്ടിൽ തന്നെ ചില മുതിർന്നവർ പറഞ്ഞു കേൾക്കാം, മുട്ടിന് നീരാണ് അല്ലെങ്കിൽ ഭയങ്കര വേദനയാണ് എന്നൊക്കെ. ഈ നീരോട് കൂടിയ വേദനയ്ക്കൊക്കെ ഈ മുറിവെണ്ണ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അതായത് ഈ മുറിവെണ്ണ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ചൂടാക്കാതെ ഒരു വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഒരു പാത്രത്തിൽ അല്പം ഈ മുറിവെണ്ണ ഇറക്കി വെച്ച് ചൂടാക്കിയിട്ട് ഒരു ഇളം ചൂടോടുകൂടി ഒരു തുണിയിൽ ഈ ചൂടുള്ള മുറിവെണ്ണ ആക്കിയതിന് ശേഷം നമുക്ക് ഈ നീരോ അല്ലെങ്കിൽ വീക്കമോ ഉള്ള ഭാഗത്ത് വെച്ച് കൊടുത്താൽ നല്ല ആക്കുണ്ടാവും. വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചുറ്റിയിട്ടാൽ മതി. അതായത് ആ എണ്ണ അവിടേക്ക് ഇറങ്ങി പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചുറ്റിയിടുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആക്കുണ്ടാവും. ഇങ്ങനെ ഒരു ദിവസം 2 നേരം വെച്ച് ചെയ്താൽ തന്നെ ഒരു 7 ദിവസം ചെയ്താൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. നീര് കുറയുകയും ചെയ്യും, വേദനയ്ക്കും നല്ല ആക്കുണ്ടാവും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും
കാണുന്ന ഒരു അസുഖമാണ് നടുവേദന, കഴുത്തിന് പുറകിലുള്ള വേദന. ഇതുപോലുള്ള ലംബാർ സ്പോണ്ടിലോസിസ്, സെർവൈക്കൽ സ്പോണ്ടിലോസിസ് കേസസിനൊക്കെ ഈ മുറിവെണ്ണ നല്ല എഫക്റ്റീവാണ്. മുറിവെണ്ണയോട് കൂടി അതിനോടൊപ്പം തന്നെ കൊട്ടൻ ചുക്കാദി തൈലം കൂടി മിക്സ് ആക്കിയിട്ട് ഈ വേദനയുള്ള ഭാഗത്ത് ഒരു തുണിയിലാക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 35 മിനിറ്റിന് ശേഷം നമുക്കതെടുത്ത് ഒഴിവാക്കാവുന്നതാണ്. ഇങ്ങനെ ഇളം ചൂടോടുകൂടി വേണം വെച്ച് കൊടുക്കാൻ. ഇങ്ങനെ ചെയ്യുന്നത് ഈ ലംബാർ സ്പോണ്ടിലോസിസിനായാലും പിന്നെ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് നല്ല എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ ഇപ്പം മുറിവെണ്ണയുടെ ഉപയോഗങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലൊരു മുറിവെണ്ണയുടെ ബോട്ടിൽ നമ്മുടെ വീട്ടിൽ കരുതുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യ നേരങ്ങളിൽ വീട്ടിൽ നിന്ന് തന്നെ ചെറുതായിട്ട് എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.